ഒറ്റ ദിവസം കൊണ്ട് റെഡി ആവില്ല. ചിലപ്പോൾ 2-3-4 ദിവസം ചെയ്യും. പക്ഷെ നിങ്ങൾക്ക് പരിപൂർണ്ണമായിട്ട് റായത്ത് കിട്ടിയിരിക്കുകയാണ്. കിട്ടിനെ ഉഞ്ഞോണ്ടുള്ള മാറ്റം നല്ലതുണ്ട്. ഉഞ്ഞോണ്ട് തന്നെ എനിക്ക് സത്യം പറഞ്ഞാണെങ്കിൽ 84% പ്രോസ്റ്റാറ്റുള്ള ഞാൻ എങ്ങനെ മൂത്രയിക്കണം എന്നോട് പല ആൾക്കാരും ചോദിച്ചു. 1 മണിക്കൂർ ഇരിക്കുമെന്നൊക്കെ ചോദിക്കും. ഞാൻ ആകെ സാധാരണ നോർമലായിട്ട് എല്ലാവരും മൂത്രയിക്കണം അതേ ടൈമേ എനിക്ക് വരുന്നുള്ളൂ. പിന്നെ ഇപ്പം ഈ യൂറിനറി ഇൻഫെക്ഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ മാത്രം ലിവറിൽ ടിസ്റ്റ് ഉണ്ടായിരുന്നു. അത് ഇതുവരെ അതുകൊണ്ടുള്ള കണ്ണിന് മഞ്ഞറും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും ഇപ്പം കാണുന്നില്ല. ഇംഗ്ലീഷ് മരുന്ന് ഞാൻ 3 മാസം കഴിച്ചു. അവസാനം പിന്നെ നിർത്തിയതിന്റെ ശേഷമാണ് പിന്നെ ഇവിടെ വൈദ്യര് കുടിക്കുന്ന സമയത്ത് എന്തൊക്കെ ഇംഗ്ലീഷ് മരുന്ന് കുടിക്കുന്ന സമയത്ത് പിന്നെ അല്ല അവരുടേതായ ചില ഭക്ഷണങ്ങൾ കഴിക്കാൻ പാടില്ല എന്നുള്ള പഥ്യങ്ങളുണ്ടായിരുന്നു. പിന്നെ വേറെ ബുദ്ധിമുട്ടുകൾ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ അത് കണ്ണിന് മഞ്ഞുണ്ടായിരുന്നു. കണ്ണിന് മഞ്ഞ മരുന്ന് കുടിച്ച് തീരുന്ന വരെ ഉണ്ടായിരുന്നു. ഇംഗ്ലീഷ് മരുന്ന് കുടിക്കുമ്പോൾ 3 മാസം കുടിച്ചു. 3 മാസം ഇംഗ്ലീഷ് മരുന്ന് കുടിച്ചു. അതും നല്ല ഹൈ കോസ്റ്റ് ആയിരുന്നു. ഒറ്റ മാസത്തേക്കുള്ള മെഡിസിൻ തന്നെ ഒരു 3000 ഉറുപ്പിന്റെ മേലെ. 9000 രൂപ മരുന്ന് കുടിച്ചു. 9000 രൂപന്റെ മരുന്ന് അവസാനം അത് നിർത്തി. അതുകൊണ്ട് മാറ്റില്ല എന്ന് പറഞ്ഞാൽ അവസാനം ഓല് കൈമ നിർത്തി. ഞങ്ങൾക്ക് ഇതേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് കൈമ നിർത്തിയപ്പോ പിന്നെ നടമരുന്നിലേക്ക് തന്നെ നിങ്ങൾ തന്ന മരുന്ന് ആദ്യം ഒരു ട്രിപ്പ് കുടിച്ചു. അതോടുകൂടി തന്നെ മഞ്ഞനിറൊക്കെ പോയി, മഞ്ഞ പോയി. പിന്നെ അത് രണ്ടാമതൊന്നും കൂടി തിരിച്ചു വന്നു. കാരണം എന്റെ ലിവറിൽ സിസ്റ്റ് ഉള്ളതാണ് കാരണം, അല്ലാതെ മഞ്ഞപ്പിത്തല്ല. ഏതായാലും രണ്ടാമത് തിരിച്ചു വന്നപ്പോ ഞാൻ ഈ ഇവിടുത്തെ മരുന്ന് തന്നെ 2-3 പ്രാവശ്യം കൂടി കുടിച്ചപ്പോ ഇപ്പൊ കംപ്ലീറ്റ് അതൊക്കെ പോയി. ഷുഗർ എങ്ങനെയായാലും ഒരു 10-15 വർഷത്തിന് മുമ്പ് ഉള്ള ആളാണ് ഞാൻ. പിന്നെ അതിന് ഇത്രയും കാലമായിട്ട് ഹെൽത്ത് സെന്ററിലെ ഇംഗ്ലീഷ് ഗുളിക കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ മരുന്ന് കുടിച്ചിരുന്ന സമയത്തും ഇംഗ്ലീഷ് ഗുളിക കുടിക്കുന്ന സമയത്ത് കുറയും. അത് അങ്ങനെ തന്നെയാണ് ഇപ്പോഴും. ഷുഗറിന്റെ ഇപ്പത്തെ അവസ്ഥ എന്താണ്? എത്രയുണ്ട് ഷുഗർ ചെക്ക് ചെയ്തിട്ട്? ഷുഗർ ഇപ്പം ഹൈ ആയിട്ടില്ല. ആദ്യം ഭക്ഷണത്തിന്റെ ശേഷം 270-260 വരെ ഉണ്ടായിരുന്നു. ഇപ്പം ഭക്ഷണം നമ്മളിപ്പം അരി ഭക്ഷണം കഴിക്കൽ കുറച്ചതുകൊണ്ട് വളരെ കുറവാ. ഇപ്പം 200-200 ചായയൊക്കെ ഉള്ളൂ ഭക്ഷണം കഴിച്ചിട്ട്. പിന്നെ അരി ഭക്ഷണം ഇപ്പം ഈ ലിവർ പ്രശ്നം വന്നത് കാരണം ഇപ്പം നമ്മൾ കഞ്ഞി കൂട്ടാൻ അങ്ങനത്തെ ലൈറ്റ് ഫുഡ് ആക്കിയപ്പം ഷുഗർ ഒരുപാട് പ്രോസ്റ്റാറ്റ് ആ വികസനം അതേമാതിരി ഇപ്പൊ ലാസ്റ്റ് സ്കാൻ ചെയ്തപ്പോഴും 83% 3rd സ്റ്റേജിൽ നിൽക്കുന്നുണ്ട്. പക്ഷെ ഇതുവരെ എനിക്ക് മൂത്രമൊഴിക്കാൻ ബുദ്ധിമുട്ടുകളോ, എല്ലാവരും ചോദിക്കും പ്രോസ്റ്റാറ്റ് ഉണ്ടെങ്കിൽ രാത്രി 3 പ്രാവശ്യം 4 പ്രാവശ്യം മൂത്രമൊഴിക്കാൻ എണീക്കൂല. അതൊന്നും എനിക്കില്ല. ഒഴിഞ്ഞതിന്റെ ശേഷം എനിക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. ടെസ്റ്റിൽ ഇപ്പോഴും കാണിക്കുന്നുണ്ട്. പ്രോസ്റ്റാറ്റ് 84% കാണിക്കുന്നുണ്ട്. പ്രോസ്റ്റാറ്റിന്റെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പൊ കഴിഞ്ഞ നമ്മള് പ്രോസ്റ്റാറ്റിന് വേണ്ടി 3 പ്രാവശ്യം ചോദിച്ചിട്ടുള്ളൂ. അതും അപ്പോഴും ഇപ്പോഴായിട്ട് പല സമയങ്ങളിൽ ചെയ്തൊക്കെയാണെങ്കിൽ മാറി. പ്രോസ്റ്റാറ്റിന്റെ പ്രശ്നം തുടർച്ചയായി ചില ആളുകൾക്ക് ഒറ്റ ദിവസം കൊണ്ട് റെഡി ആവില്ല. ചിലപ്പോൾ 2-3-4 ദിവസം ചെയ്യും. പക്ഷെ നിങ്ങൾക്ക് പരിപൂർണ്ണമായിട്ട് റായത്ത് കിട്ടിയിരിക്കുകയാണ്. കിട്ടിനെ ഉഞ്ഞോണ്ടുള്ള മാറ്റം നല്ലതുണ്ട്. ഉഞ്ഞോണ്ട് തന്നെ എനിക്ക് സത്യം പറഞ്ഞാണെങ്കിൽ 84% പ്രോസ്റ്റാറ്റുള്ള ഞാൻ എങ്ങനെ മൂത്രയിക്കണം എന്നോട് പല ആൾക്കാരും ചോദിച്ചു. 1 മണിക്കൂർ ഇരിക്കുമെന്നൊക്കെ ചോദിക്കും. ഞാൻ ആകെ സാധാരണ നോർമലായിട്ട് എല്ലാവരും മൂത്രയിക്കണം അതേ ടൈമേ എനിക്ക് വരുന്നുള്ളൂ. പിന്നെ ഇപ്പം ഈ യൂറിനറി ഇൻഫെക്ഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ മാത്രം കുറഞ്ഞൊരു അസ്വസ്ഥത നീറ്റലോ പിന്നെ എല്ലാവർക്കും ഉണ്ടാവും. വെള്ളംകുടി കുറവുണ്ടാവുമ്പോഴൊക്കെ സന്തോഷം തന്നെ. ഞാൻ പിന്നെ ഒരു വെള്ളം കുടിക്കാൻ മടിയനാണ് സംഭവം. ആരും കുറ്റപ്പെടുത്തിയിട്ടില്ല. വെള്ളം കുടിക്കണമെന്ന് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. വെള്ളം കുടി കുറവുള്ളതുകൊണ്ട് തന്നെ. ഞാൻ പള്ളിക്കൽ വസാറാണ്. എൻ്റെ പേര് ഹുസൈൻ എന്നാണ്. അൽഹംദുലില്ലാഹ് ഇപ്പൊ റാഹത്താണ്. ഇപ്പൊ നമ്മുടെ മേലങ്ങാടി വൈദ്യര് നമ്മളെ വന്നപ്പോൾ ഇബ്രാഹിം വൈദ്യരെടുത്തപ്പോൾ വളരെ റാഹത്തിലാണ്. അൽഹംദുലില്ലാഹ്.